നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ മാന്ത്രിക സ്പർശം തീർത്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് തന്റെ ഇനിയുള്ള ജീവിതം മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രശസ്ത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട്. ഓസ്കാർ അവാർഡിന് തുല്യമായ അന്താരാഷ്ട്ര മെർലിൻ അവാർഡ് ജേതാവും യുനിസെഫ് അംബാസിഡറുമാണ് മുതുകാട്. സ്വകാര്യ സന്ദർശനത്തിനായി ജിദ്ദയിലെത്തിയപ്പോൾ മാധ്യമങ്ങൾക്ക് അനുവദിച്ച അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ഓട്ടിസം തുടങ്ങിയ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെയും അവരുടെ അമ്മമാരുടെയും അടുത്ത ബന്ധുക്കളുടെയും കഷ്ടപ്പാടുകൾ കാണാനിടയായപ്പോഴാണ് ഇവരെ പുനരധിവസിപ്പിക്കാൻ ഒരു കേന്ദ്രം വേണമെന്ന ആശയം മനസ്സിലുദിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് മാജിക് അക്കാദമിയോട് ചേർന്ന് ഡിഫറൻറ്റ് ആർട്ട് സെന്റർ എന്ന സ്ഥാപനം അതിനുവേണ്ടി തുടങ്ങിയതാണ്. ഇന്ന് അവിടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 108 കുട്ടികളെ സംരക്ഷിക്കുന്നു. നല്ല ശിക്ഷണം നൽകിയാൽ അവർ പ്രഗത്ഭരാകും. 8 പേർ ഇപ്പോൾ മാജിക് പഠിച്ച് പ്രൊഫഷണൽ മാജിക് ഷോകൾ നടത്തുന്നു. അബുദാബിയിലടക്കം അവർ മാജിക് അവതരിപ്പിച്ചു. ഇന്ന് അവർ ഓരോരുത്തരും 12,000 രൂപ വീതം ശമ്പളം വാങ്ങുന്നു. അതുപോലുള്ള ഓരോ കുട്ടികളുടെയും നൈസർഗിക കഴിവുകൾ മനസ്സിലാക്കി അഭിരുചിക്കിണങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകി സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൽ നല്ല ഗായകരും നന്നായി ചിത്രം വരയ്ക്കുന്നവരും ഉൾപ്പെടെ ധാരാളം കലാകാരന്മാരുണ്ട്. അവരുടെ അമ്മമാർക്ക് കുടുംബശ്രീ മുഖേന കൈത്തൊഴിൽ പരിശീലനം നൽകി അവർക്കും വരുമാനം നേടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അതോടൊപ്പം എല്ലാ കുട്ടികൾക്കും 5,000 രൂപ വീതം സ്റ്റൈപ്പൻഡും കൊടുക്കുന്നുണ്ട്. സാമ്പത്തികം തന്നെയാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. സർക്കാരിന്റെ സഹായം പലപ്പോഴും എങ്ങും എത്താറില്ല. നല്ലവരായ മനുഷ്യസ്നേഹികൾ കുട്ടികളെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഒരു വർഷം 6 മാസം തുടങ്ങി പല കാലയളവിലേക്ക് സ്പോൺസർഷിപ്പ് സൗകര്യമുണ്ട്. ശാസ്ത്രീയമായി മാജിക് പഠിപ്പിക്കാൻ ഒരു സ്ഥാപനം ഉണ്ടാക്കുകയെന്ന മലയാറ്റൂർ രാമകൃഷ്ണന്റെ ആശയമാണ് 1996 തിരുവനന്തപുരത്ത് മാജിക് അക്കാദമിയായി പിറന്നത്. പ്രതിഭാധനരായ ധാരാളം ജാലവിദ്യക്കാർ തെരുവിലലയുന്ന കാഴ്ചകൾ അലോസരപ്പെടുത്തിയപ്പോഴാണ് അവരെ പുനരധിവസിപ്പിക്കാനായി കഴക്കൂട്ടത്തെ മാജിക് പ്ലാന്റ് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത്. ഇന്ന് അവിടെ 47 തെരുവ് ജാലവിദ്യക്കാർ മാജിക് നടത്തി ഉപജീവനം നടത്തുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന ഒരു തെരുവ് മാന്ത്രികനെ മാജിക് പ്ലാന്റിലെ കാണാൻ കഴിയൂ. പോസിറ്റീവ് ചിന്തകളാണ് ആളുകൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. എന്നാൽ ഇന്ന് നമ്മുടെ മീഡിയയിൽ നെഗറ്റീവ് വാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. പല രാജ്യങ്ങളും വളരെയധികം പുരോഗമിച്ച് റോബോട്ടിസവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെയുമായി മുന്നേറുമ്പോൾ നാം ഇപ്പോഴും പഴഞ്ചൻ രീതികളും പുരാതന വിശ്വാസങ്ങളിലുമൊക്കെയായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജീവിത സൗകര്യങ്ങളുടെ സൂചികയിൽ ഇപ്പോഴും ഇന്ത്യയുടെ സ്ഥാനം 129 അടുത്ത കാലത്ത് ഇത് വീണ്ടും താഴോട്ട് പോയിരിക്കാം. നാം കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. ചങ്ങായീസ് കൂട്ടായ്മ സംഘടിപ്പിച്ച് മാന്ത്രിക സ്പർശം എന്ന പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു മുതുകാടിന്റെ ആദ്യ ജിദ്ദ സന്ദർശനം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.